ഘടകകക്ഷികൾ സതീശനെ പിന്തുണക്കും. അതെ, അതിൽ തന്നെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗ് ശക്തമായ നിലപാടെടുക്കും. വെറും നിലപാടാണ്. കോൺഗ്രസ്സുകാർക്ക് സത്യത്തിൽ ഇവരോട് ചോദിക്കേണ്ട ആവശ്യം തന്നെയില്ല. കോൺഗ്രസിൻ്റെ ലെജിസ്ലേച്ചർ പാർട്ടിയെ തിരഞ്ഞെടുക്കുന്നതിൽ ലീഗിനോടും കേരള കോൺഗ്രസിനോടും CMPയോടും RMPയോടും ഒക്കെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമുണ്ട്. നല്ല രസമായില്ലേ? അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് കോൺഗ്രസ്സുകാരോട് ചോദിക്കാറുണ്ടോ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സുകാരോട് ചോദിക്കാറുണ്ട്? ചോദിക്കേണ്ട ആവശ്യമില്ല. സർ, ഒരർത്ഥത്തിൽ ലീഗിന്റെ പിന്തുണയല്ലേ നിർണായകമായത്? അത് ലീഗിൻ്റെ പിന്തുണയും നിർണായകമായി. അത് മാത്രമല്ല, കാരണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ എതിർപ്പുണ്ടായിരുന്നു. നാനാജാതി മത്സരമായിട്ടുള്ള ആളുകൾ എതിർത്തു. കോൺഗ്രസ്സുകാരും എല്ലാത്തവരും എതിർത്തു. കാരണം അവർക്ക് ആർക്കും ഇപ്പം ചെന്നിത്തലയെ സ്വീകരിക്കുന്നതിന് തടസ്സമില്ല. ഞാൻ പറഞ്ഞില്ലേ, ചെന്നിത്തല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ദൂതൻ ഇവിടെ വരുന്നു, ചെന്നിത്തലയെ ഞങ്ങൾ തീരുമാനിക്കും. ആ വലിയ എതിർപ്പൊന്നും ഉണ്ടാവില്ല. ചെന്നിത്തല ആയിക്കോട്ടെ. സതീശൻ 2ാം സ്ഥാനക്കാരനായിട്ട് മന്ത്രിസഭയിലൊന്നും ആർക്കും ഒരു ആക്ഷേപമില്ല. കാരണം ചെന്നിത്തലയ്ക്ക് എക്സ്പീരിയൻസ് കൂടുതലുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആകട്ടെ എന്ന് പറഞ്ഞാൽ ചെന്നിത്തലയ്ക്ക് പോലും അല്ല, സതീശന് പോലും എതിർക്കാൻ പറ്റില്ല. പക്ഷെ വേണുഗോപാൽ ഒരു പകരമല്ലോ. ഇത് ഒരാൾ പുറത്തുനിന്ന് ഇടിച്ചു കയറി വരികയാണ്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് ഒരു നിലപാടെടുത്തു. മുസ്ലിം ലീഗ് മാത്രമല്ല, കേരള കോൺഗ്രസും CMPയും എല്ലാവരും എടുത്തു. RSP എടുത്തു. അവരൊക്കെ അവിടെ പോയി പറഞ്ഞെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവർക്ക് ആർക്കും ശക്തമായിട്ട് നിർബന്ധിക്കാൻ പറ്റില്ല. അതൊരു വലിയ ഘടകമാണല്ലോ. അവർക്ക് എന്ത് പറയാം? ഇവിടെ നിയമത്തിൽ MLA ആയിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രി ആവുന്നതാണ് നല്ലത്. സതീശനാണ് കഴിഞ്ഞ 5 കൊല്ലം ഇവിടെ ഇതിനെ നയിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി കാണണം എന്നാണ് പൊതുവായ വികാരം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിർബന്ധമായിട്ട് 22 മെമ്പർമാരുള്ള പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നു, അഥവാ കൽപ്പിക്കുന്നു, കേരളത്തിൽ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ വേണ്ട. ഞങ്ങൾ പിന്തുണക്കുന്ന സ്ഥാനാർത്ഥി BD സതീശനാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇവരൊക്കെ അവിടെ പോയിട്ട് മൈൽഡായിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞ് തിരിച്ചു പോകും. അതിനെ വേണമെങ്കിൽ ഹൈക്കമാൻഡിന് സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം.